ഇന്ന് 7 മണിയായപ്പോൾ എഴുന്നേറ്റ് ഒന്ന് പച്ചരിയൊക്കെ അടപ്പിട്ടിട്ട് വിളക്ക് വെക്കാനായിട്ട് മുറ്റത്തിരിക്കുകയായിരുന്നു. ഞാൻ അടുക്കളൊക്കെ നോക്കി തുറന്ന് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കല്യാണം വീട്ടിൽ നിന്ന് പന്തലിടുന്നുണ്ട്. ഇതിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ട് ഞാനാണെങ്കിൽ വെള്ളവും ചൂടാക്കി അതങ്ങോട്ട് കുടിക്കാനായിരുന്നു. കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ സാമ്പാർ വയ്ക്കാനുള്ള പരിപാടി. ഇന്ന് വെറൈറ്റി ആയിട്ട് കടുവൊക്കെ പൊട്ടിച്ച് വെക്കാമെന്ന് വിചാരിച്ച് കടുവ് പൊട്ടിച്ച് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ടങ്ങ് വെച്ച് കഴിഞ്ഞ് അത് 2-3 വിസിലൊക്കെ അടിച്ച് അതിൻ്റെ ആവി പോകുന്നവരെ വെയിറ്റ് ചെയ്ത് ആ സമയം കൊണ്ട് ഞാൻ ചെറിയ ചമ്മന്തി അങ്ങ് ഉണ്ടാക്കി. സാമ്പാറും ചമ്മന്തിയും നല്ലൊരു കോംബോയാണല്ലോ നമ്മൾ ഇഡലിയുടെ കൂടെ. പക്ഷേ പണി പാളിയ കാര്യം പിന്നെയാണ് അറിയുന്നത്. സാമ്പാറിനകത്ത് പരിപ്പിട്ടില്ല. പിന്നെ ഉടനെ തന്നെ പരിപ്പ് കഴുകിയിട്ട് ഒന്നും കൂടെ ഒന്ന് വിസിലടുപ്പിച്ച് വേവിച്ച് പിന്നെ ഇച്ചിരി മുളക് പൊടിയും കറിവേപ്പിലയും കൂടെ മൂപ്പിച്ച് ഇടുകയും ചെയ്തു. പക്ഷേ സാമ്പാർ സെറ്റായി. കാപ്പിപ്പൊടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുങ്ങി ഒന്ന് പുറത്തോട്ട് പോകാനായിട്ട് നിന്ന്. പുറത്ത് പോകാൻ ഒരുങ്ങി നിന്നപ്പോഴത്തേക്ക് ആദ്യം താണ്ട് ഇവിടെ കളി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ 2 ബാറ്ററിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയത്. ആദ്യം മെഡിക്കൽ സ്റ്റോറിലാണ് പോയത്. മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വല്യമ്മയ്ക്കുള്ള മരുന്ന് വാങ്ങിച്ച് തന്നപ്പോൾ വല്യമ്മ അവിടെ ഇല്ല. പിന്നെ അവർ വരുന്നവരവിടെ വെയിറ്റ് ചെയ്ത് മരുന്നൊക്കെ കൊടുത്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ പോയി തുണിക്കടയിലോട്ട്. ചേട്ടന് ഷർട്ടും മുണ്ടും എടുത്ത്. കുഞ്ഞിനുള്ളത് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. 3-4 കടയിൽ കയറി ഇറങ്ങിയിട്ടാണ് അവന് കിട്ടിയത്. അങ്ങനെ അവനും കിട്ടിക്കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്ന കോലം കണ്ടില്ലേ, പോയ കോലമല്ലല്ലോ എൻ്റേത്. പിന്നെ നമ്മൾ നേരെ കല്യാണ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്കത്തെ ഊണ് അവിടെ നിന്നാണ്. ഈ ഇരിക്കുന്നതാണ് കേട്ടോ നമ്മുടെ കല്യാണ ചിക്കൻ. അങ്ങനെ ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിൽ വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ.